ജില്ലയിൽ LDF-ന് മികച്ച വിജയമുണ്ടാകുമെന്നും കൊച്ചി കോർപ്പറേഷനിൽ തുടർ ഭരണം ഉറപ്പാണെന്നും പറയുകയാണ് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി S. സതീഷ്. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കും. 2020യുടെ അരാഷ്ട്രീയത ഭാവിയിൽ ഇല്ലായ്മ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടെടുപ്പൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. എറണാകുളം ജില്ലയിലും മികച്ച രീതിയിൽ പോളിംഗ് നടക്കുകയും ചെയ്തു. എന്തായാലും കൂട്ടലും കിഴിക്കലുമൊക്കെയായി മുന്നണികൾ സജീവമായി തന്നെ രംഗത്ത് ഉണ്ട്. നമ്മോടൊപ്പം CPM എറണാകുളം ജില്ലാ സെക്രട്ടറി S. സതീഷ് ചേരുകയാണ്. അങ്ങനെ വോട്ടെടുപ്പൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. എന്താണ് LDF-ന്റെ ഒരു കണക്കുകൂട്ടലുകളൊക്കെ? നല്ല ആവേശകരമായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് അനുഭവം. നല്ല കൃത്യതയോടെയുള്ള പ്രവർത്തനമാണ് LDF-ന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നത്. അപ്പോൾ LDF-ന് കിട്ടുന്ന വോട്ടുകൾ ഞങ്ങൾ തിട്ടപ്പെടുത്തുകയും അതിനെ കൃത്യമായി പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നതും ഞങ്ങൾ നന്നായി വിജയിച്ചിട്ടുണ്ട് എന്നൊരു പൊതുചിത്രമാണുള്ളത്. മികച്ച വിജയമായിരിക്കും എറണാകുളം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നേടാൻ കഴിയുക എന്നുള്ളതാണ് കാണുന്നത്. ഈ കൊച്ചി കോർപ്പറേഷനിൽ പക്ഷേ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനം ഉയർന്ന് കാണുന്നില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്ന ഒരു വിവരം. അതേതെങ്കിലും പ്രതിസന്ധിയിലേക്ക് പോകും? തുടർ ഭരണത്തിനുള്ള സാധ്യതയുണ്ട്? ഒരു പ്രതിസന്ധിയായിട്ടല്ല ഞങ്ങൾ അതിനെ കാണുന്നത്. സത്യത്തിൽ അത് പ്രകടിപ്പിക്കുന്നത് ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ വലിയ രൂപത്തിൽ ഇളകി വന്നിട്ടുള്ള ഒരു വോട്ടിംഗാണ് സാധാരണ നിലയിൽ നടക്കുന്നത്. മുൻ അനുഭവങ്ങളെല്ലാം നോക്കി അങ്ങനെയാണ്. ഇത് പക്ഷേ അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന എന്ന നിലയിലാണ് അതിനെ കാണാൻ കഴിയുന്നത്. വളരെ പോസിറ്റീവാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച മാർജിനിലായിരിക്കും ഞങ്ങൾ കോർപ്പറേഷൻ ഭരിക്കാൻ വേണ്ടി പോവുക. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ LDF ഉയർത്തിക്കാട്ടിയ ഒരു കാര്യം സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളും ഒപ്പം തന്നെ കൊച്ചി കോർപ്പറേഷനിൽ നടപ്പാക്കിയ കാര്യങ്ങളുമാണ്. അത്തരം കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക തലത്തിലാണെങ്കിൽ പോലും ചർച്ചയായിട്ടുണ്ട്. അത് പ്രതിഫലിക്കും എന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും ഞങ്ങൾ 100% ഉറപ്പായിട്ടും അത് വിശ്വസിക്കും. കാരണം ഞങ്ങളുടെ പ്രചരണത്തിൻ്റെ എല്ലാ ഭാവം നിന്നിരുന്നത് വികസന കാര്യങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അത് കേരളത്തിലെ സർക്കാരിൻ്റെയും ഞങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും നമ്മൾ ചെയ്തതും അത് നല്ലവണ്ണം ചർച്ചയാക്കാൻ തെരഞ്ഞെടുപ്പിന് മുമ്പേ മുതൽ ഞങ്ങൾ എടുത്തിട്ടുള്ള നല്ല ഒരു വർക്ക് ഉണ്ട് അതിനു വേണ്ടി. പിന്നെ ക്ഷേമ പെൻഷൻ്റെ വർധനവ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ ഘട്ടത്തിൽ വന്ന കാര്യങ്ങൾ, 5 ലക്ഷം കുട്ടികൾക്ക് വന്ന സ്കോളർഷിപ്പ്, ഇതെല്ലാം സാധാരണ ജനങ്ങളുടെ ഇടയിൽ വലിയ രൂപത്തിലുള്ള ആവേശം ഉണ്ടായിട്ടുണ്ട്. അവരെ സംരക്ഷിക്കുന്ന ഗവൺമെൻറ് ആണ് കേരളത്തിൻ്റെ ഗവൺമെൻറ് എന്ന ഫീൽ അവർക്കുണ്ടായിട്ടുള്ളത്. അതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. 2020യുടെ ഒരു കടന്നുവരവ് അത് വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഒരു പ്രതിസന്ധിയും 2020യെ ബന്ധപ്പെട്ടില്ല. യഥാർത്ഥത്തിൽ ഞങ്ങൾ വിലയിരുത്തുന്നത് 2020യെ ശരിക്കും തുറന്നു കാണിക്കാൻ ഞങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. റിസൾട്ട് വരുന്നത് നമുക്ക് അതിന് ശേഷം വിലയിരുത്താം. പക്ഷേ വലിയ രൂപത്തിൽ അങ്ങ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞു വരുന്ന 2020യെ എന്താണ് 2020 എന്നും കഴിഞ്ഞ 5 വർഷം മുമ്പ് ഇവർ എന്തെല്ലാമായിരുന്നു പറഞ്ഞതെന്നും എന്താണ് അവർ ചെയ്തത് എന്നുള്ളത് വളരെ കൃത്യമായി ജനങ്ങളുടെ മുമ്പാകെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ 2020യുടെ അരാഷ്ട്രീയതയും അവരുടെ CSR ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തെയും അത് വഴി എങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ നന്നായി പറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സംശയം വേണ്ട, 2020യുടെ ഈ അരാഷ്ട്രീയ പ്രവണതയെ ഭാവിയിൽ ഞങ്ങൾ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനം മുമ്പോട്ട് പോകും.